ഗൈസ്, ഇറ്റ്സ് മീ അനുപമ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വെയ്റ്റ് ലോസ് ഡ്രഗിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഓർലിസ്റ്റാറ്റ്, കമ്പനി നെയിം എന്ന് പറയുന്നത് സെനിക്കാൽ. 120 mg സെനിക്കാൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. UAE-ലായാലും ഇന്ത്യയിലായാലും അവൈലബിൾ ആണ്. പൊണ്ണത്തടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെയധികം ഹെർബൽ മെഡിസിൻസോ ഡയറ്റ് എക്സസൈസൊക്കെ ഫോളോ ചെയ്തിട്ട് പിന്നെയും തടി കുറയുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഫലവത്തായ ഒരു മെഡിസിനാണിത്. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരിക്കലും. നിങ്ങൾക്ക് അഥവാ ഈ റിവ്യൂവിന് ശേഷം നിങ്ങൾക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവർ പറയുന്നത് പോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഈ ഓർലിസ്റ്റാറ്റ് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വെയ്റ്റ് ലോസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ നോർമലി ഇൻറ്റസ്റ്റൈനിലും പാൻക്രിയാസിലൊക്കെ ലിപ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. അതാണ് നോർമലി ഫാറ്റൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും അബ്സോർബ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓർലിസ്റ്റാറ്റ് നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ലിപ്പേസിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഫർദറായിട്ടുള്ള ഫാറ്റ്സിൻ്റെ ബ്രേക്ക് ഡൗണും അബ്സോർപ്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ടോയ്ലറ്റ് പോകുമ്പോൾ സ്റ്റൂള് ഓയിലി ഇൻ നേച്ചർ ആയിരിക്കും. അതിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഇത് നിങ്ങൾക്കാർക്കെങ്കിലും ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷുവറായിട്ടും ഡോക്ടറെ കാണുക. അവർ നിങ്ങളെ BMI കാൽക്കുലേറ്റ് ചെയ്യും. അതിനനുസരിച്ചായിരിക്കും അവർ പ്രിസ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഓർലിസ്റ്റാറ്റ് 60 mg ഇവിടെ അവൈലബിൾ അല്ല, UK-ലൊക്കെ അവൈലബിൾ ആണ്. അതാണെങ്കിൽ OTC നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 120 ബെറ്റർ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് തന്നെ എടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ 120 mg ആണെങ്കിൽ 3 times ഡെയിലി, ബിഫോർ, ഡ്യൂറിങ് ഓർ ആഫ്റ്റർ 1 hour ഫുഡ്. അതായത് ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 hour ആഫ്റ്റർ എടുക്കാം. നോൺ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ഫുഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ മെഡിസിൻ എടുക്കുന്ന ടൈമിൽ ഓവറായിട്ട് ഫാറ്റി ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഓവർ ഫാറ്റി ഫുഡ് എടുക്കുന്നതാണൊക്കെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ആൽക്കഹോൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഷുവറായിട്ടും ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നമില്ല ഈ ഡ്രഗിൻ്റെ കൂടെ. പിന്നെയെന്ന് വെച്ചാൽ ഒരു ഡോസ് മിസ് ചെയ്താൽ നെക്സ്റ്റ് ട്വൈസ് ആക്കിയിട്ട് ഉപയോഗിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഓവർ ഡോസ് പാടില്ല. ഡോക്ടർ എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ മാത്രം. 3 times ഡെയിലി എന്ന് പറഞ്ഞാൽ 3 times ഡെയിലി. ഒരു ഡോസ് മിസ് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ. അതിന് പകരമായിട്ട് നിങ്ങൾ 2 എടുക്കാൻ പോകണ്ട. പിന്നെ അറിയാതെ ആക്സിഡൻ്റലി നിങ്ങൾ മോർ ഡോസസ് എടുത്തു എന്ന് വെച്ചിരിക്കട്ടെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. കാരണം സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പിന്നെ ഈ ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈഡ് എഫക്റ്റ് പറഞ്ഞാൽ ഓയിലി നേച്ചർ ആയിരിക്കും സ്റ്റൂള്. പിന്നെ സ്റ്റൊമക്ക് പെയിന്, ബ്ലോട്ടിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പിന്നെ ലിവർ, കിഡ്നി പ്രോബ്ലം, ചില ആൾക്കാരിൽ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെ സ്കിന്നിൻ്റെ കളർ യെല്ലോ, കണ്ണിലെ കളർ യെല്ലോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കാണുക. പിന്നെയെന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ, ഇതൊരു സൈഡ് എഫക്റ്റാണ്. പിന്നെയെന്ന് വെച്ചാൽ ചിലവർക്ക് അലർജിക്കായിട്ടുള്ളവർക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. തലകറക്കം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഇതൊക്കെയാണ് സൈഡ് എഫക്റ്റ്. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങളെ ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. ആർക്കൊക്കെ ഓർലിസ്റ്റാറ്റ് അല്ലെങ്കിൽ സെനിക്കാൽ 120 mg കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അലർജിക്കുള്ളവർക്ക് കഴിക്കാൻ പാടില്ല. വിറ്റമിൻ ഡെഫിഷ്യൻസി, ഓൾറെഡി വിറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരെന്നെങ്കിൽ അവർക്ക് കഴിക്കാൻ പാടില്ല. മറ്റു മരുന്നുകൾ കഴിക്കുന്നവർ, കിഡ്നി സ്റ്റോണ്, HIV ട്രീറ്റ്മെൻറ്റ്, ലിവർ, ബ്രെയിന്, അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നവർ ഇത് കഴിക്കാൻ പാടില്ല. പിന്നെ ഹെർബൽ പ്രൊഡക്ട്സ് എന്തെങ്കിലും എടുക്കുന്നവർ കഴിക്കാൻ പാടില്ല. പ്രഗ്നൻസി, ഡയബറ്റിക്, ബ്രസ്റ്റ് ഫീഡിങ്, ഈ സിറ്റുവേഷനിലും കഴിക്കാൻ പാടില്ല. എന്തുണ്ടെങ്കിലും നിങ്ങൾ അത് ആദ്യം തുറന്നു പറയുക. അതിന് സൊല്യൂഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഡോക്ടറുമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. അനുസരിച്ചുള്ള ഡോസ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓർലിസ്റ്റാറ്റ് വേറെ മെഡിസിനുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. വാർഫാരിൻ, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. പിന്നെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള മെഡിസിൻസ്, HIV ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, അതൊക്കെ ആയിട്ട് ഓർലിസ്റ്റാറ്റ് ഇൻട്രാക്ഷൻ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക.
പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു 1 or 2 വീക്സിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് കണ്ടുവരും. അഥവാ യാതൊരു വിധ മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് പറയേണ്ടതാണ്. അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളെ ബ്രദേഴ്സിനോ കസിൻസിനോ ഫ്രണ്ട്സിനോ കൊടുക്കാൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ അവർ ഡോക്ടറെ അടുത്ത് പോയി തന്നെ വാങ്ങിക്കണം. ഇത് മുഴുവൻ സൈഡ് എഫക്റ്റ് ആണല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം സൈഡ് എഫക്റ്റ് ഒഴിവാക്കാനാണ് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻ കഴിക്കാൻ പറയുന്നത്. നല്ലോണം എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കഴിക്കുന്നതിൽ പ്രശ്നമില്ല. ഡോക്ടർ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡോസൊക്കെ റെക്കമെൻഡ് ചെയ്ത് തരും. ഏതൊരു കാരണവശാലും നിങ്ങളെ വെയിറ്റ് നിങ്ങൾക്ക് ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മെഡിസിനാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. Okay, thank you so much for watching my video.